അവനെ കാണാൻ ഞാൻ ആ വീട്ടിൽ ചെന്നാലേ എന്താ സംഭവിക്കാന്ന് നിനക്ക് ഊഹിക്കാലോ. അവന്റെ അമ്മേ എന്റെ ജീവൻ എടുക്കും. വീട്ടിൽ പോണെന്ന് ഞാൻ പറഞ്ഞോ? നീ ഷോറൂമിലേക്ക് ചെല്ല്, അവൻ അവിടെ കാണുമല്ലോ. അവനെ നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. മീരെ, ആ നീ തന്നെയല്ലേ പറഞ്ഞത് അവന് നിന്നെ വെറുക്കാൻ കഴിയില്ല, അത്രമാത്രം സ്നേഹമാണെന്നൊക്കെ. നിന്റെ കണ്ണീര് കാണുമ്പോ അവന്റെ മനസ്സലിയും. അവനെ നിന്റെ കൂടെ നിർത്താൻ സാധിച്ചാ നീ വിജയിച്ചു ശ്രുതി. എനിക്ക് അവനെ മാത്രം മതി. അവനെ സ്വന്താക്കാൻ വേണ്ടിയാ ഞാൻ ഈ വിഡ്ഢിവേഷം കെട്ടിയത്, കള്ളം പറഞ്ഞത്. ശ്രുതിക്ക് എന്നോട് ദേഷ്യമൊക്കെ കാണും, എന്നാലും അവനൊരിക്കലും അവന്റെ ജീവിതത്തിൽ നിന്നെ ഒഴിവാക്കില്ല മീരെ. ആ വിശ്വാസം നിനക്കുണ്ടല്ലോ, പിന്നെ എന്തിനാ മടിക്കുന്നത്? നീ നാളെ രാവിലെ ഷോറൂമിൽ ചെന്ന് അവനെ ഒന്ന് കാണ്. അവിടെ ആകുമ്പോ ആന്റി വരില്ലല്ലോ, അവരെ പേടിക്കുകയും വേണ്ട. ആ, ഞാൻ അവനെ ചെന്ന് കാണാം. എന്നെ കാണുമ്പോ അവന്റെ മനസ്സ് മാറും. സ്റ്റോക്ക് ഉണ്ട് സർ, വന്നോളൂ. അതെ അതെ, പുതിയ മോഡൽസ് എല്ലാം വന്നിട്ടുണ്ട്. അതെ സർ, 30% ഒരു ഓഫർ ഉണ്ട്. നമ്മുടെ ഷോപ്പിന്റെ മാത്രം പ്രത്യേകതയാ. അതെ അതെ, ഒരാഴ്ചയും കൂടെ ഉണ്ടാവും. ശരി സർ, സാർ വന്നാൽ മതി. സുധി, ശ്രുതി, നീ എന്താ ഇങ്ങോട്ട് വന്ന്? സുധിയെ കാണാൻ. എനിക്ക് സുധിയെ കാണാതെ കഴിയാൻ പറ്റുന്നില്ല. ആന്റി എന്നെ അടിക്കുമ്പോ, വീട്ടിൽ നിന്ന് പിടിച്ചിറക്കുമ്പോ സുധി ഒന്നും എതിർത്ത് പറഞ്ഞില്ല. അപ്പോഴുള്ള ദേഷ്യത്തിന് പറയാതിരുന്നാന്നാ ഞാൻ കരുതിയത്. അല്ല എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. സുധിക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ടല്ലേ, എന്നോട് വെറുപ്പാണല്ലേ. സുധി എന്നെ വിളിച്ചില്ല. ഞാൻ വിളിച്ചപ്പോ ഫോണും എടുത്തില്ല. സുധി എന്നെ വിളിക്കും, കാണാൻ വരും, എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നൊക്കെ ഞാൻ വിചാരിച്ചേ. ഞാൻ കാത്തിരുന്നു, എന്നിട്ടും വന്നില്ല. അത്രയ്ക്കും വെറുപ്പാണല്ലേ സുധിക്ക്. നീ എന്നെ ചതിക്കായിരുന്നില്ലേ ശ്രുതി? കൊള്ളം പറഞ്ഞ് നീ എന്റെ മുന്നിൽ അഭിനയിക്കായിരുന്നില്ലേ? എല്ലാവരുടെയും മുന്നില് നീ എന്നെ വിഡ്ഢിയാക്കി, ഒന്നിനും കൊള്ളാത്തവനാക്കി എന്നെ. നീ ഇത്രയ്ക്ക് സൂത്രശാലിയാണെന്ന് ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ. അപ്പോ സുധി എന്നോട് കള്ളത്തരം പറഞ്ഞിട്ടില്ലേ? എന്റെ മുന്നിൽ സൂത്രമൊന്നും പ്രയോഗിച്ചിട്ടില്ലേ? എന്തൊക്കെയാ സുധി എന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചത്? അന്നൊക്കെ ഞാനിങ്ങനെ പിണങ്ങി നടന്നിട്ടുണ്ടോ? ഒന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? വീട്ടുകാരുടെ മുന്നിൽ അപമാനിതനായി സുധി തല കുനിച്ച് നിൽക്കുമ്പോ ഞാൻ സുധിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ആരുടെ മുന്നിൽ വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷെ സുധിയോ എനിക്ക് വേണ്ടി ഒരക്ഷരം പോലും മിണ്ടിയില്ല. എന്നെ തല്ലി ഇറക്കുന്നത് നോക്കി നിന്നു. ഡേ